തൊമ്മൻകുത്തിൽ വനംവകുപ്പ് കുരിശ് പൊളിച്ച തർക്കഭൂമിയിലേക്ക് കുരിശിന്റെ വഴി. തൊമ്മൻകുത്ത് സെയിന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിന്റെ വഴി നടത്തുന്നത്. സ്ഥലത്ത് വൻ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട് വിവരങ്ങൾ നൽകും. സന്ദീപ്, ഇപ്പോൾ കുരിശിന്റെ വഴി നടക്കുകയാണ്. ഇവിടെ തർക്കഭൂമിയാണ്. സമാധാനപരമായിട്ടുള്ള ഒരു പ്രൊസഷനാണോ? എന്താണ് ഇപ്പോൾ അറിയാനാകുന്നത്? സ്മൃതി പരുത്തിക്കാട്, തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ വിവാദമായി നിന്നിരുന്ന പ്രദേശത്തേക്കാണ് ഈ പള്ളിയിൽ നിന്ന് കുരിശിൻ്റെ വഴി നടത്തുന്നത്. അവിടെ നേരത്തെ കുരിശ് സ്ഥാപിച്ചിരുന്നത് വനംവകുപ്പ് എത്തി പൊളിക്കുന്ന ഒരു സാഹചര്യം നിലനിന്നിരുന്നു. അത് കൈവശ ഭൂമിയാണെന്നും വനംവകുപ്പിൻ്റെ ഭൂമിയാണെന്നും തരത്തിലുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്ന ഒരു സ്ഥിതി നിലനിന്നിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധം വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വനംവകുപ്പിനെതിരെ ഉയരുകയും ചെയ്തിരുന്നു. കൈവശ ഭൂമിയാണ് എന്ന് ഉറപ്പിച്ചു പറയുകയായിരുന്നു വിശ്വാസികൾ. അത്തരത്തിൽ നിൽക്കുന്ന ഭൂമിയിലേക്ക് വനംവകുപ്പാണ് കയ്യേറ്റം നടത്തുന്നതെന്ന ആരോപണമായിരുന്നു ഉയർന്നിരുന്നത്. പക്ഷേ വനംവകുപ്പ് നേരിട്ടെത്തി അവിടെ നിന്നിരുന്ന കുരിശ് പൊളിച്ചു നീക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അവിടേക്കാണ് ഇത്തവണയും പതിവ് പോലെ തന്നെ വിശ്വാസ സമൂഹം ഒന്നിച്ച് കുരിശിൻ്റെ വഴി നടന്ന് എത്തിയത്. ഈ മലമുകളിലേക്ക് എത്തുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് സന്നാഹം ഇവിടെ നിലയുറപ്പിച്ചിരുന്നു. രാവിലെ തന്നെ ഇവിടേക്ക് കുരിശിൻ്റെ വഴി നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റു സംഘർഷാവസ്ഥകരമായിട്ടുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഇപ്പോൾ നിലനിൽക്കുന്നില്ല. വിശ്വാസ സമൂഹം ഒന്നടങ്കം ഇവിടെ എത്തുകയും മറ്റ് ചടങ്ങുകളുമായി മുമ്പോട്ട് പോകുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. എന്നിരുന്നാൽ പോലും സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് പോലീസ് വലിയ രീതിയിൽ ഇവിടെ തമ്പടിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ശേഷം വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള നീക്കം ഉണ്ടാകുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കിക്കാണേണ്ടത്. കാരണം വനംവകുപ്പിൻ്റെ ഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിക്കുകയും നിരവധി പേർക്കെതിരെ കേസെടുക്കുകയും അടക്കം ചെയ്തിരുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അത്തരത്തിൽ വനംവകുപ്പിൻ്റെ ഭൂമിയാണെന്ന് അവകാശപ്പെട്ട് കുരിശ് പൊളിച്ചിടത്തേക്ക് വീണ്ടും വിശ്വാസ സമൂഹം ഇത്തരത്തിൽ കുരിശിൻ്റെ വഴിയുമായി എത്തുമ്പോൾ വിശ്വാസത്തിൻ്റെ ഭാഗമായി തന്നെ ഇടവക സമൂഹം ഒന്നായി തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് നിയമപരമായി ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ ഇതിന് പിന്നാലെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ സംഘർഷ സാഹചര്യങ്ങൾ നിലവിലില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വിശ്വാസപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തി മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സ്മൃതി പരുത്തിക്കാട്. ശരി, തർക്കഭൂമിയിലാണ് തൊമ്മൻകുഞ്ഞിൽ വനംവകുപ്പ് കുരിശ് പൊളിച്ച തർക്കഭൂമിയിലേക്കാണ് കുരിശിൻ്റെ വഴി നടക്കുന്നത്. തൊമ്മൻകുഞ്ഞ് സെയിന്റ് തോമസ് പള്ളിയിലെ വിശ്വാസികളാണ് കുരിശിൻ്റെ വഴി നടക്കുന്നത്. ഇവിടെ പോലീസ് സന്നാഹം നിലയുറപ്പിച്ചിട്ടുണ്ട്. സന്ദീപ് രാജാക്കാട്, ഇപ്പോൾ ഇതിൽ വൈദികരുടെ നേതൃത്വത്തിലാണല്ലോ ഇപ്പോൾ ഈ കുരിശിൻ്റെ വഴി മുന്നോട്ട് പോകുന്നത്. അവരുടെ പ്രതികരണം ഈ ഘട്ടത്തിൽ നമുക്ക് എടുക്കാനാകുമോ? അതോടൊപ്പം തന്നെ ഇത് എത്ര ദൂരമാണ് ഈ കുരിശിൻ്റെ വഴി? ഏതുവരെയാണ്? പള്ളിയിൽ നിന്ന് ഈ തൊമ്മൻകുത്ത് മലമുകളിലേക്ക് ഉള്ള കുരിശിൻ്റെ വഴി വർഷങ്ങളായി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഏതാണ്ട് 2-3 കിലോമീറ്ററിലധികം ദൂരം ഇവിടേക്കുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവിടേക്കാണ് ഇത്തരത്തിൽ എല്ലാ വർഷവും കുരിശിൻ്റെ വഴി നടത്തുകയും ചെയ്തിരുന്നത്. ആ കുരിശായിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വനംവകുപ്പ് നീക്കം ചെയ്യുക. റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വനപാലക സംഘമെത്തി ഇത് വനംവകുപ്പിൻ്റെ ഭൂമിയാണെന്ന് അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് നീക്കം ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നത്. പക്ഷേ പതിവ് പോലെ തന്നെ ഇത്തവണയും മുൻ വർഷങ്ങളിൽ എങ്ങനെയാണോ കുരിശിൻ്റെ വഴി നടത്തിയിരുന്നത് അതേ രീതിയിൽ തന്നെ ഇത്തവണയും വിശ്വാസികൾ ഈ വൈദികരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. പ്രതികരണങ്ങൾ ഇതിന് ശേഷം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വിശ്വാസപരമായ ചടങ്ങുകൾ കുരിശിൻ്റെ വഴിയുടെ ഭാഗമായിട്ടുള്ള പ്രാർത്ഥനകളും ചടങ്ങുകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ഈ ഇടവക വികാരിയുടെ അടക്കം പ്രതികരണം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇല്ലെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടായതിനു ശേഷം തന്നെ അവരുടെ പ്രതികരണം കൃത്യമായി വന്നിരുന്നു. ഇത് വ്യക്തമായി തന്നെ കൈവശ ഭൂമിയാണ് എന്നിരിക്കെ വനംവകുപ്പ് ഗൂഢലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള നീക്കവുമായി വനംവകുപ്പ് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. പലയിടങ്ങളിലും വനംവകുപ്പ് തന്നെ കയ്യേറുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ആ ഒരു നിലപാട് തന്നെ ഇവിടെയും സ്വീകരിക്കുന്നതാണ്. അതായത് വനവ്യാപ്തി വർദ്ധിപ്പിക്കുക എന്നത് നീക്കത്തോടു കൂടി നടത്തുന്ന ലക്ഷ്യത്തോടു കൂടി നടത്തുന്ന ഒരു നീക്കത്തിൻ്റെ ഭാഗമാണിത്. ഇത് അംഗീകരിക്കുവാൻ കഴിയില്ല എന്ന് തന്നെ വിശ്വാസ സമൂഹം ഒറ്റക്കെട്ടായി നിന്ന് പറയുകയും വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി മുമ്പോട്ട് പോവുകയും ചെയ്തിരുന്നു. ഫോറസ്റ്റ് സ്റ്റേഷൻ മാർച്ച് അടക്കമുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഈ എല്ലാ വർഷവും നടത്തി വരുന്നത് പോലെ തന്നെ പതിവായി നടത്തുന്ന അതേ ചടങ്ങ് ഇത്തവണയും ഇവിടേക്ക് തന്നെ നടത്തണമെന്ന തീരുമാനത്തിലേക്ക് എത്തുകയും ഇടവക സമൂഹം ഒന്നായി തന്നെ ഇടവകരുടെ വികാരിമാരുടെ നേതൃത്വത്തിൽ ഇവിടേക്ക് ഇന്നിപ്പോൾ കുരിശിൻ്റെ വഴിയുമായി എത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും ഇക്കാര്യത്തിൽ മുമ്പോട്ടുള്ള തീരുമാനം എത്തരത്തിലായിരിക്കും? മുമ്പ് ഇവിടെ എത്തുകയും നിരന്തരമായി കുരിശുമല കയറ്റം നടത്തുകയും ഒപ്പം തന്നെ മറ്റ് ചടങ്ങുകളൊക്കെ നടത്തുകയും ചെയ്തിരുന്ന ഭൂമിയാണ്. അവിടെ വനംവകുപ്പ് ഇത്തരമൊരു നിലപാടെടുത്ത സാഹചര്യത്തിൽ ഇന്ന് ഈ വിശ്വാസപരമായിട്ടുള്ള ചടങ്ങുകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. അതിനുശേഷം മുമ്പോട്ട് എങ്ങനെയായിരിക്കുമെന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിശദീകരണം വൈദികരുടെ ഭാഗത്തു നിന്നും വിശ്വാസ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും
എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായിരുന്നാലും ഈ ചടങ്ങുകൾ അവസാനിപ്പിച്ചതിന് ശേഷം അവർ പ്രതികരിക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ശരി, തൊടുപുഴയിലെ തൊമ്മൻകുത്ത് നാരങ്ങാനത്ത് സെയിന്റ് തോമസ് പള്ളി സ്ഥാപിച്ച കുരിശ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് വനംവകുപ്പ് നീക്കം ചെയ്തിരുന്നത്. കാളിയാർ റേഞ്ച് ഓഫീസിലെ ഉദ്യോഗസ്ഥർ ഒരു JCBയുമായി എത്തി കുരിശ് പിഴുതെടുക്കുകയായിരുന്നു. തുടർന്ന് റേഞ്ച് ഓഫീസിലേക്ക് കുരിശ് കൊണ്ടുപോവുകയും ചെയ്തു. ദുഃഖവെള്ളിയാഴ്ചയ്ക്ക് മുന്നോടിയായി വിശ്വാസികൾ പരമ്പരാഗത കുരിശിൻ്റെ വഴിക്കും മലയോര ഘോഷയാത്രയ്ക്കും തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു കുരിശ് അവിടെ നിന്ന് മാറ്റിയത്. മുൻകൂർ മുന്നറിയിപ്പോ ഇല്ലാതെ കുരിശ് നീക്കം ചെയ്തു എന്നാണ് നാരങ്ങാനം പഞ്ചായത്ത് അന്ന് തന്നെ പ്രതികരിച്ചിരുന്നത്. 65 വർഷത്തിലേറെയായി കുടിയേറ്റ കുടുംബങ്ങൾ സ്ഥാപിക്കുന്ന സ്ഥലമാണിത്. അവിടെയാണ് കുരിശ് സ്ഥാപിച്ചിരുന്നത്. നിരവധി കുടുംബങ്ങൾ സമീപത്ത് താമസിക്കുന്നുണ്ട്. ഈ ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തിനായി അപേക്ഷ നൽകിയിട്ടുണ്ട് എന്നാണ് ഇവിടുത്തെ കുടുംബങ്ങൾ പറയുന്നത്. പ്രദേശത്തിൻ്റെ നിയന്ത്രണം സ്ഥാപിക്കാനുള്ള ശ്രമമാണ് എന്നൊക്കെയാണ് നാട്ടുകാർ എന്ന് പറഞ്ഞിരുന്നത്. ഈ ഭൂമി കാളിയാർ റേഞ്ചിന് കീഴിലുള്ളതാണ്. കർഷകർക്കെതിരെ വനം വകുപ്പ് ആവർത്തിച്ച് ശത്രുതാപരമായ നടപടിയെടുക്കുന്നു എന്ന് കൂടിയാണ് നാട്ടുകാർ പ്രതികരിച്ചിട്ടുള്ളത്. പുല്ല് വെട്ടുന്നതിന് പോലും പിഴ ചുമത്തുന്ന ഒരു സാഹചര്യം അവിടെയുണ്ട് എന്നും പ്രദേശവാസികൾ പറയുന്നു. 6 പതിറ്റാണ്ടിലേറെയായി ജനവാസമുള്ള ഒരു പ്രദേശത്താണ്. പള്ളിക്ക് അനുവദിച്ച ഭൂമിയിലാണ് കുരിശ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് അവിടുത്തെ പള്ളി വികാരിയും പ്രതികരിക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇവിടെ ഇപ്പോൾ കാലങ്ങളായി നടന്നു വരുന്ന കുരിശിൻ്റെ വഴി അത് ഇന്ന് നടന്നിരിക്കുന്നത്. ദുഃഖവെള്ളിയിൽ പതിവായി നടത്തുന്ന കുരിശിൻ്റെ വഴിയാണ്. ഇവിടെ നിന്നും കുരിശ് പിഴുതുമാറ്റിയെങ്കിലും കുരിശിൻ്റെ വഴി ആ ചടങ്ങ് മുടങ്ങാതെ നടത്തുന്നു എന്നുള്ളതാണ്. വനം വകുപ്പുമായി ബന്ധപ്പെട്ട വലിയ പരാതിയാണ് പ്രദേശവാസികൾക്കുള്ളത്.